വ്യത്യസ്ത തരം നിറങ്ങളുള്ള ബൊഗേൻവില്ല ചെടികളാൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ സാജൻ സുജ ദമ്പതികളുടെ വീട്. ഒന്നും രണ്ടൊന്നും അല്ല, 350 ഇനം വെറൈറ്റി ബൊഗേൻവില്ലകളാണ് ഇവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ആ മനോഹരമായ കാഴ്ചയാണ് നമുക്ക്. റാൽഫ് വാൽഡോ എമേഴ്സിന്റെ ഹമാത്രയ എന്ന കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: ഭൂമി പൂക്കളിൽ ചിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത നിറത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഈ ബൊഗേൻവില്ല പൂക്കൾ ആരുടെയും മനം കവരും. പിങ്ക്, വെള്ള, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള പൂക്കൾ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി സാജന്റെ വീടിനെ മനോഹരമാക്കുന്നു. തണുത്ത വെളുപ്പാങ്കാലത്ത് മഞ്ഞുകണികകൾ നിറഞ്ഞ് കാഴ്ചയുടെ വസന്തമൊരുക്കിയ കടലാസ് ചെടികൾ ഇന്ന് ഈ കടുത്ത വേനൽക്കാലത്തും തഴച്ചു വളർന്നു നിൽക്കുന്നു. വേനൽക്കാലത്താണ് ബൊഗെയിൻവില്ല ചെടികൾ ഏറ്റവും മനോഹരമായി പൂവിടുന്നത്. കഴിഞ്ഞ 40 വർഷമായി സാജൻ ഫിലിപ്പ് ബൊഗെയിൻവില്ല ചെടികൾ വളർത്തുന്നു. 350ഓളം വെറൈറ്റി ബൊഗെയിൻവില്ലകൾ കൂട്ടത്തിലുണ്ട്. ഗ്രാഫ്റ്റിംഗ് ചെയ്ത 150 വർഷം പ്രായമുള്ള ബൊഗെയിൻവില്ലയുമുണ്ട് ഇക്കൂട്ടത്തിൽ. നാൽപ്പത് വർഷം മുമ്പേ ഒരു ചെറിയ ഹോബിയായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഈ ബൊഗെൻവില്ലയോട് എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്നും കളക്ട് ചെയ്തു. ഇപ്പം അങ്ങനെ വന്നിട്ട് 350 വെറൈറ്റിയോളം ഇപ്പം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വെറൈറ്റികൾ കളക്ട് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ആദ്യമായി പൂവിട്ട ബൊഗെയിൻവില്ല ഇന്നും സാജൻ ഫിലിപ്പിന്റെ മനസ്സിലുണ്ട്. അവിടെ നിന്നും പലയിനം ബൊഗെയിൻവില്ലകൾ തേടിയുള്ള യാത്ര. ഒടുവിൽ ഇങ്ങനെ നയന മനോഹര കാഴ്ചയൊരുക്കി ബട്ടർകപ്പും ലിപ്സ്റ്റിക്കും ബ്ലാക്ക് മൊണാലിസയും ഉൾപ്പെടെയുള്ള കടലാസ് വർണ്ണങ്ങൾ. പരിചരണങ്ങൾക്ക് ഭാര്യ സുജയും ഒപ്പമുണ്ട്. ഒരു ചെടി പോലും സാജൻ വിൽപ്പനയ്ക്ക് വെക്കില്ല. ഒരു ചെടിയുടെയും പൂക്കൾ ഇറുത്തെടുക്കാറുമില്ല. ഭൂമിയെ മനോഹരമാക്കി അവ ഇങ്ങനെ തഴച്ചു വളരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ ജെറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.